നമസ്കാരം സാർ. നമസ്കാരം. സാർ, ഒരല്പം ലോക വിഷയമാണ്. നമ്മുടെ മഹാരാജ്യം, നമ്മുടെ ഇന്ത്യ, ചൈന, റഷ്യ തുടങ്ങിയ രാജ്യങ്ങളുമായി ഒരു പുതിയ ബാന്ധവത്തിലേക്ക് പോകുന്നു. അമേരിക്കയുടെ തീരുവ ചുങ്കം നമ്മളെ വല്ലാതെ അലട്ടിയിരിക്കുന്ന ഈ സന്ദർഭത്തിൽ ഇന്ത്യയുടെ ഈ സ്റ്റെപ്പ് എങ്ങനെയാണ് സാർ മറ്റ് ലോകരാഷ്ട്രങ്ങൾ കാണുന്നത്? നമ്മുടെ രാജ്യത്തിന് അത് എത്രത്തോളം ഗുണം ചെയ്യും? ചൈന പഴയ ചൈനയല്ല, റഷ്യ പഴയ റഷ്യയുമല്ല, നമ്മുടെ മഹാരാജ്യം ഇന്ത്യ പഴയ ഇന്ത്യയുമല്ല. സാർ, ഒരു ചെറിയ വിലയിരുത്തൽ ഒന്ന് പറയാമോ? ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷന്റെ 25ാം വാർഷിക സമ്മിറ്റ് ആണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ചൈനയിൽ നടന്നത്. അപ്പം സ്വാഭാവികമായിട്ടും നമ്മൾ രണ്ട് തരത്തിൽ ഇതിനെ കാണാം. ഒന്ന്, അതിന്റെ എല്ലാ വർഷത്തിലും നടക്കുന്നത് പോലെയുള്ള രാഷ്ട്രത്തലവന്മാരുടെ സമ്മേളനം എന്നുള്ളതിൽ. രണ്ടാമത്, ഈ വർഷത്തെ സമ്മേളനത്തിന്റെ പ്രസക്തി എന്ന് പറയുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഇന്ത്യയോട് മാത്രമല്ല ലോകത്തിലെ ഏതാണ്ട് 100ഓളം രാജ്യങ്ങളുടെ മേൽ ഒരു തരത്തിലൊരു ടാരിഫ് വാർ, ഒരു ചുങ്കം ചുമത്തിക്കൊണ്ട് നടത്തിയ നമുക്കൊരു അതിനെ ഒരു ട്രേഡ് വാർ എന്നോ അല്ലെങ്കിൽ അതിനെ നമ്മുടെ സാമ്പത്തികമായി പല രാജ്യങ്ങളെയും തകർക്കുന്ന തരത്തിലേക്കുള്ള ഒരു നീക്കം നടത്തുകയും അതിനെതിരായി പ്രതിഷേധം ലോക രാജ്യങ്ങളിൽ നിന്നെല്ലാം ഉണ്ടായി. ഇന്ത്യയെ സംബന്ധിച്ച് 25% ചുങ്കം ചുമത്തുക മാത്രമല്ല, 25% പിഴ ആയിട്ട്, അതായത് 50% ചുങ്കമായി മാറും. അത് ആ പിഴയ്ക്ക് പറയുന്നത് കാരണമെന്ന് പറയുന്നത് റഷ്യയിൽ നിന്ന് ഇന്ത്യ ഓയിൽ ഇറക്കുമതി ചെയ്യുന്നു. റഷ്യ ആ ധനം ഉപയോഗിച്ചാണ് ഉക്രൈൻ വാർ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് പറയുന്ന ഒരു വാദമാണ്. പക്ഷെ ആ വാദത്തെ നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. അതിന് പ്രധാന കാരണം റഷ്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഓയിൽ ഇറക്കുമതി ചെയ്യുന്ന ചൈനയ്ക്ക് പിഴച്ചുങ്കം ചുമത്തിയിട്ടില്ല. രണ്ടാമത്, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ ആത്മാഭിമാനത്തിനും നമ്മുടെ പരമാധികാരത്തിനും ചോദ്യം ചെയ്യുന്നതാണ് അമേരിക്കയുടെ ചുങ്കം ചുമത്തുന്നതല്ല, അമേരിക്കയുടെ പിഴ ചുങ്കം ചുമത്തുന്നത്. കാരണം ചുങ്കം ചുമത്താനുള്ള അവകാശം എല്ലാ രാജ്യങ്ങൾക്കും ഉണ്ട്. ഇന്ത്യയും പല രാജ്യങ്ങളും ചില ഐറ്റംസ് ഇറക്കുമതി ചെയ്യുന്നതിന് നമ്മൾ വളരെയധികം ഉയർന്ന ചുങ്കം ഏർപ്പെടുത്തിയ രാജ്യമാണ്, നിലവിലുണ്ട് അങ്ങനെ. പക്ഷെ അതേസമയം ഒരു പിഴ എന്നുള്ള തലത്തിൽ പറയാനുള്ള അവകാശമില്ല. മാത്രമല്ല, ഇന്ത്യ റഷ്യ സഹകരണത്തെ സംബന്ധിച്ചാണെങ്കിൽ കഴിഞ്ഞ ഏതാണ്ട് 60 വർഷമായിട്ട് വളരെ ശക്തമായ സുദൃഢമായ സൗഹൃദമുള്ള രാജ്യമാണ്. 1971 ഓഗസ്റ്റ് 12 ഇന്ത്യയും റഷ്യയും തമ്മിൽ ഇൻഡോ സോവിയറ്റ് ഫ്രണ്ട്ഷിപ്പ് ട്രീറ്റി ഒപ്പുവെച്ചിട്ടുണ്ട്. മാത്രമല്ല, നമ്മുടെ സൈനിക രംഗത്ത്, വിശേഷിച്ചും നമ്മുടെ ഡിഫൻസ് സെക്ടറിൽ ഏറ്റവും കൂടുതൽ സഹകരണമുള്ള ഒരു രാജ്യമാണ്. ഈ അടുത്ത കാലം വരെ നമ്മുടെ ഡിഫൻസ് ഇമ്പോർട്ടിന്റെ പർച്ചേസിന്റെ ഏതാണ്ട് 70% റഷ്യയിൽ നിന്നായിരുന്നു. പക്ഷെ 2014 ശേഷം ശ്രീ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം അത് റഷ്യയെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന അവസ്ഥയിൽ നിന്ന് നമ്മളിപ്പോൾ റഷ്യയിൽ നിന്ന് ഏതാണ്ട് 34% ആണ് അവിടെ നിന്നുള്ള ഡിഫൻസ് പർച്ചേസ്. മറ്റ് രാജ്യങ്ങളിൽ നമ്മൾ മാർക്കറ്റ് തേടി പോവുകയും ഫ്രാൻസ്, ജർമ്മനി, അതുപോലെ നോർവേ, സ്വീഡൻ, ഇസ്രയേൽ, USA അങ്ങനെ പല രാജ്യങ്ങളിൽ നിന്നും നമ്മളിപ്പോൾ കൂടുതൽ ഡിഫൻസ് എക്യുപ്മെന്റ്സ് വാങ്ങുന്നുണ്ട്. അപ്പൊ ആ തരത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം റഷ്യയുമായിട്ടുള്ള സഹകരണം എല്ലാ തലത്തിലുമുള്ള സഹകരണമാണ്. അത് യാതൊരു തരത്തിലുമുള്ള പ്രശ്നമില്ലാതെ അന്താരാഷ്ട്ര തലത്തിലും ഐക്യരാഷ്ട്ര സംഘടനയിലും ഒക്കെ നമ്മൾ പലപ്പോഴും ഒന്നിച്ചു പോവുകയാണ്. ഉക്രൈൻ വാറിലും ഇന്ത്യൻ പ്രധാനമന്ത്രി തുടക്കത്തിൽ തന്നെ പരസ്യമായിട്ട് ലോക സമൂഹത്തിന്റെ മുന്നിൽ വെച്ചാണ് നേരിട്ട് തന്നെ അദ്ദേഹം ലോകം മുഴുവനും ആ വിഷയം ചർച്ച ചെയ്തതാണ്. അതായത് ഈ കാലഘട്ടം യുദ്ധത്തിൻ്റെതല്ല, അത് സമാധാനത്തിൻ്റെതാണ്, വികസനത്തിൻ്റെതാണെന്നും പ്രശ്നങ്ങളെ രമ്യമായി പരിഹരിക്കണമെന്നും നയതന്ത്ര തലത്തിലൂടെ പ്രശ്നങ്ങളെ സോൾവ് ചെയ്യണമെന്നുള്ള നിർദ്ദേശം വെക്കുകയുണ്ടായി. രണ്ട് രാജ്യങ്ങൾ, ഉക്രൈനും റഷ്യയും ഇന്ത്യയോട് സൗഹൃദം പുലർത്തുന്ന രാജ്യങ്ങൾ എന്നുള്ള തരത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ വാക്കുകൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. അപ്പൊ ഈ പശ്ചാത്തലത്തിലാണ് നമ്മൾ ഈ അമേരിക്ക പിഴ ചുമത്തുന്നത്. അപ്പൊ അമേരിക്ക പിഴ ചുമത്തുന്നത് നമുക്ക് അംഗീകരിക്കാൻ കഴിയാത്തതിന്റെ ഒരു പ്രധാന കാരണം, ഇന്നിപ്പോൾ ഓയിൽ ഇറക്കുമതി ചെയ്യുന്ന റീസൺ പറയുന്നത്. അപ്പൊ നാളെ അമേരിക്ക പറയുകയാണ് നിങ്ങൾ റഷ്യയിൽ നിന്ന് യാതൊരു തരത്തിലുമുള്ള ഡിഫൻസ് എക്യുപ്മെന്റ്സ് ഇറക്കുമതി ചെയ്യാൻ പാടില്ല, പർച്ചേസ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യാം? അപ്പൊ അതുകൊണ്ട് തന്നെ അത്തരം ഒരു കമാൻഡ് ചെയ്യാനുള്ള അധികാരം അമേരിക്കയ്ക്കില്ല. അപ്പം ഒരു തരത്തിലും നമ്മുടെ രാജ്യം അതിന് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായില്ല. വളരെ സൈലന്റ് ആയിട്ട് നമ്മൾ അതിന് ബദലായിട്ടുള്ള മാർഗങ്ങൾ തേടി. കാരണം നമുക്ക് അമേരിക്കൻ മാർക്കറ്റ് നഷ്ടമാകുകയാണെങ്കിൽ അതിന് ബദലായിട്ടുള്ള മാർക്കറ്റ്, ആഭ്യന്തര മാർക്കറ്റും ഒക്കെ നമുക്ക് തേടാനുള്ള അവകാശമുണ്ട്, സാധ്യതകളുമുണ്ട്. ആ തരത്തിലേക്ക് നമ്മുടെ രാജ്യം മുന്നേറുകയാണ്. നമ്മൾ അതിന്റെ മുന്നിൽ പകച്ചു തന്നില്ല. അപ്പൊ നമ്മൾ അമേരിക്ക ഇന്ത്യ തമ്മിലുള്ള ട്രേഡ് റിലേഷൻസ്, ട്രേഡ് ട്രീറ്റിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചർച്ചകളും ഇതിനിടയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് കുറച്ച് മന്ദഗതിയിലായി. അത് അമേരിക്കയുടെ ഭാഗത്തുള്ള കുഴപ്പം കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. നമ്മൾ ഇപ്പോൾ ബ്രിട്ടനുമായിട്ട് ട്രേഡ് ട്രീറ്റി ഒപ്പുവെച്ച രാജ്യമാണ് നമ്മൾ. മറ്റു പല ലോകരാജ്യങ്ങളുമായിട്ട് നമ്മൾ ആ തരത്തിലുള്ള ട്രേഡ് എഗ്രിമെന്റ് ചർച്ചകൾ നടക്കുന്നു, പലയിടത്തും നമ്മൾ ഒപ്പുവെച്ച് കഴിഞ്ഞു. അപ്പൊ ആ സാഹചര്യത്തിലാണ് ഈ SCO സമ്മേളനത്തിന് വളരെയധികം പ്രാധാന്യം വന്നത്. അപ്പൊ അതിൽ പ്രധാനമായിട്ടും അമേരിക്കയുടെ ഈ തരത്തിലുള്ള ഒരു തരത്തിലും നമുക്ക് ന്യായീകരിക്കാൻ കഴിയാത്ത
ഈ ടാരിഫ് വാറിന് എതിരായ ഒരു രോഷം നമുക്ക് SCO മീറ്റിൽ കണ്ടിരുന്നു. അവിടെ എടുത്തു പറയേണ്ട ഒരു വിഷയം, കഴിഞ്ഞ ഉക്രൈൻ വാർ തുടങ്ങിയതിനു ശേഷം കുറച്ച് ഒറ്റപ്പെട്ടു നിന്ന റഷ്യയും അതുപോലെ തന്നെ അമേരിക്കയുമായിട്ട് ഇടഞ്ഞു നിൽക്കുന്ന ചൈനയും, ഒപ്പം അമേരിക്കയുമായിട്ട് ഏറെ സൗഹൃദം കഴിഞ്ഞ 2 ദശകങ്ങളായിട്ടുണ്ടായിരുന്ന ഇന്ത്യയും ഒരേ വേദിയിൽ വരികയും ഒരേ വിഷയത്തിൽ അതിനെ അപലപിച്ചുകൊണ്ട് അതിനെ ഒരർത്ഥത്തിൽ ശക്തമായ ഭാഷയിൽ അതിനെതിരായി ശബ്ദമുയർത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് അമേരിക്കയുമായിട്ട് വളരെയധികം ബന്ധമുള്ള ഒരു രാജ്യമാണ്, വളരെയധികം സൗഹൃദമുണ്ട്. നയതന്ത്ര രംഗത്ത് നമ്മൾ വളരെ സജീവമായി നിൽക്കുന്ന 2 രാജ്യങ്ങളാണ്. അതുപോലെ തന്ത്രപ്രധാന മേഖലകളിലും ഇന്ത്യ അമേരിക്ക സഹകരണമുണ്ട്. സിവിൽ ന്യൂക്ലിയർ സഹകരണം നമ്മുടെ രാജ്യങ്ങൾ തമ്മിലുണ്ട്. അപ്പം ട്രേഡിൽ നമ്മൾ അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്നത്, അമേരിക്കയ്ക്ക് ഇന്ത്യയോടുള്ള ട്രേഡ് കയറ്റുമതിയിൽ ഡെഫിസിറ്റ് ഉള്ള രാജ്യമാണ്. അതുകൊണ്ട് ആ തരത്തിൽ നമുക്ക് അഡ്വാൻറ്റേജ് ആ റിലേഷൻസിൽ ഉണ്ട് താനും. പക്ഷേ ഈ സാഹചര്യത്തിൽ നമ്മുടെ രാജ്യത്തിന്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്ന തരത്തിലേക്ക് വിഷയം വന്നതുകൊണ്ടാണ് നമ്മുടെ പ്രധാനമന്ത്രി വളരെ ശക്തമായ നിലപാടെടുക്കുകയും, അപ്പോൾ ആ തരത്തില് ഒരു പുതിയ ലോകക്രമം എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ 2ാം ലോകമഹായുദ്ധത്തിന് ശേഷം രൂപം കണ്ട ഒരു 2 ധ്രുവങ്ങളായി, അതായത് നമ്മൾ ശീത സമര കാലഘട്ടത്തിൽ റഷ്യയുടെയും അമേരിക്കയുടെയും 2 ചേരികളായി നിന്ന ഒരു കാലഘട്ടം. അത് 1991 കമ്മ്യൂണിസ്റ്റ് റഷ്യയുടെ തകർച്ചയോടെ അത് അവസാനിക്കുകയും പിന്നീടുണ്ടായ ഒരു അമേരിക്കയ്ക്ക് മേൽക്കോയ്മയുള്ള ഒരു ഏക ലോകക്രമം ഡെവലപ്പ് ചെയ്തിരുന്നു. ആ അമേരിക്കൻ ഡോമിനൻസിനെ ചോദ്യം ചെയ്യുന്ന തരത്തിലേക്ക് SCO കോൺഫറൻസ് 2025 മാറി എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അതായത് ഒരു ബഹുധ്രുവ ലോകക്രമം. അപ്പൊ അമേരിക്കയുടെ മേൽക്കോയ്മയെ ചോദ്യം ചെയ്യാൻ ലോകത്തിലെ ഏറ്റവും ശക്തമായ 3 രാജ്യങ്ങൾ, അതായത് ലോകത്തിലെ ഏറ്റവും വലിയ 2ാമത്തെ സാമ്പത്തിക ശക്തിയും 3ാമത്തെ സൈനിക ശക്തിയുമായ ചൈനയും 4ാമത്തെ സാമ്പത്തിക ശക്തിയായ ഇന്ത്യയും അതുപോലെ റഷ്യയും, ഏറ്റവും വലിയ 2ാമത്തെ സൈനിക ശക്തിയായ റഷ്യയും ഒന്നിച്ച് സമ്മേളിക്കുകയും സംയുക്തമായി നീങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള ചില ശ്രമങ്ങൾ നടത്തുകയും ചെയ്തു. ഇവിടെ നമ്മൾ കൂട്ടി വായിക്കേണ്ട മറ്റൊരു വിഷയമുണ്ട്. അതായത് ഈ SCO എന്ന് പറയുന്നത്, ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ലോക ജനസംഖ്യയുടെ ഏതാണ്ട് 3% ഭാഗത്തോളം വരുന്ന ജനസംഖ്യയെ റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. അതിൽ ഇന്ത്യയും ചൈനയും റഷ്യയും കൂടെ ഏതാണ്ട് 300 കോടി ജനങ്ങളെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ ലോകത്തിലെ ഏറ്റവും വലിയ മാർക്കറ്റാണ്, ഏറ്റവും വലിയ ഉൽപാദന മേഖല, അതായത് പ്രൊഡക്ഷൻ സെന്റേഴ്സ് ആണ് ഈ പ്രദേശങ്ങൾ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ഇതിന്റെ മറ്റൊരു പ്രത്യേകത, അമേരിക്കയ്ക്കും യൂറോപ്പിനും ബദലായിട്ടുള്ള ഒരു യൂറേഷ്യൻ കൂട്ടായ്മയാണ് SCO. ഇതിന് സമാന്തരമായിട്ട് ഈ 3 രാജ്യങ്ങളും അംഗങ്ങളായിട്ടുള്ള ബ്രിക്സ് എന്നുള്ള കോമ്പിനേഷൻ ഉണ്ടല്ലോ. ഇത് രണ്ടും, ബ്രിക്സും SCOയും ഇന്ത്യയും ചൈനയും റഷ്യയും ഒരുപോലെ സമ്മേളിക്കുന്ന അന്താരാഷ്ട്ര തലത്തിലുള്ള നോൺ പൊളിറ്റിക്കൽ ആയിട്ടുള്ള നോൺ മിലിറ്ററി ഫോർമേഷൻ ആണ്. അപ്പൊ ഇത് രണ്ടും അമേരിക്കയുടെ താല്പര്യത്തിന് എതിരായി നിൽക്കുന്നതാണ്. അപ്പം കഴിഞ്ഞ കുറെ നാളായിട്ട് ബ്രിക്സ് കറൻസി വേണം, അതായത് ഡോളറിന് ബദലായിട്ടുള്ള ഒരു കറൻസി വേണം എന്നുള്ള ചൈനയുടെയും റഷ്യയുടെയും ഇനിഷ്യേറ്റീവിനെ ഇന്ത്യയാണ് ബ്ലോക്ക് ചെയ്തത്. അപ്പം വരുന്ന ആളുകളിൽ ഇന്ത്യക്ക് അമേരിക്കയെ അല്ലെങ്കിൽ അമേരിക്കൻ ഡോമിനൻസിനെ, ഡോളറിന്റെ ഡോമിനൻസിനെ തടയുന്നതിനുള്ള താക്കോൽ ഇന്ത്യയുടെ കൈവശമുണ്ട്. ഇന്ത്യൻ പ്രധാനമന്ത്രി അതിന് പച്ചക്കൊടി കാണിക്കുകയാണെങ്കിൽ ബ്രിക്സ് കറൻസിക്ക് ഉള്ള സാധ്യത വളരെ വലുതാണ്. കാരണം ബ്രിക്സിന്റെ ബാങ്ക് ഇപ്പൊ നിലവിലുണ്ട്. അപ്പം മാത്രമല്ല 2026 ഇന്ത്യയാണ് അടുത്ത ബ്രിക്സ് ഉച്ചകോടി ഹോസ്റ്റ് ചെയ്യുന്ന രാജ്യം. അപ്പൊ അതുകൊണ്ട് 2025 ആഗോളതലത്തിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ അമേരിക്കയുടെ ഏകാധിപത്യം, ലോകക്രമത്തിൽ അമേരിക്കയ്ക്ക് ഉണ്ടായിരുന്ന മേൽക്കോയ്മ ചോദ്യം ചെയ്യപ്പെടുന്ന സാഹചര്യമുണ്ടായി. അത് കേവലം ഇന്ത്യയിൽ നിന്നും റഷ്യയിൽ നിന്നും ചൈനയിൽ നിന്നും മാത്രമല്ല, യൂറോപ്യൻ രാജ്യങ്ങൾ, അമേരിക്കയോട് ചേർന്ന് നിൽക്കുന്ന യൂറോപ്യൻ യൂണിയനിൽപ്പെട്ട രാജ്യങ്ങളിലെല്ലാം, പ്രധാനമായിട്ടും ഫ്രാൻസ് പോലെയുള്ള രാജ്യങ്ങൾ ശക്തമായ US വിരുദ്ധ നിലപാടുകൾ എടുക്കുന്നു. ഓസ്ട്രേലിയയും ജപ്പാനും അതിന് സമാന്തരമായിട്ട് അമേരിക്കയുടെ നിലപാടുകളെ ശക്തമായി എതിർക്കുന്ന രാജ്യമാണ്. അതോടൊപ്പം തന്നെയാണ് ബ്രസീൽ, അമേരിക്കയുടെ അയൽ രാജ്യമായ കാനഡ. ഇതിനിടയിൽ ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഇപ്പോ ഇത്തരത്തിൽ ഇന്ത്യയുടെ ഈ നീക്കം, ചൈനയുമായും റഷ്യയുമായും ഉണ്ടായിരിക്കുന്ന നീക്കം അമേരിക്ക എന്തുകൊണ്ട് ഇത്ര കണ്ട് ഭയപ്പെടുന്നു എന്ന് കൂടെ പറഞ്ഞുകൊണ്ട് നമുക്ക് സംസാരം അവസാനിപ്പിക്കാം. അല്ല, ഇത് തീർച്ചയായിട്ടും അമേരിക്ക ഭയക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. കാരണം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അങ്ങനെ ഏതെങ്കിലും ഒരു ചേരിയിൽ നിൽക്കുന്ന രാഷ്ട്രമല്ല. എല്ലാ വിഭാഗങ്ങളുമായിട്ട് നമ്മൾ ഒരേ സമയം തന്നെ സൗഹൃദം പങ്കിടുന്ന രാജ്യമാണ്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഉക്രൈനും റഷ്യയുമായിട്ടും അല്ലെങ്കിൽ പാലസ്തീനിയൻ അതോറിറ്റിയുമായിട്ടും ഇസ്രയേലുമായിട്ടും നമുക്ക് ഒരേ ബന്ധമാണല്ലോ. അപ്പൊ നമ്മൾ അങ്ങനെ അന്താരാഷ്ട്ര തലത്തിൽ നമ്മൾ വികസനത്തിനും ശാന്തിക്കും സമാധാനത്തിനും വേണ്ടി നിലകൊള്ളുന്ന രാജ്യം എന്നുള്ള തലത്തിൽ അങ്ങനെ ഏതെങ്കിലും രാജ്യങ്ങളുടെ പരസ്പരമായ റൈവലറി നമ്മുടെ ബന്ധത്തെ ബാധിക്കാറില്ല. അപ്പൊ നമ്മളിതൊരു ആന്റി അമേരിക്കൻ ഫോറം എന്നുള്ള തലത്തിനേക്കാൾ ഉപരി
നമ്മുടെ രാജ്യത്തിന്റെ നിലനിൽപ്പിന് ആവശ്യമായ വികസനത്തിന് ആവശ്യമായ രാജ്യ താല്പര്യം, നാഷണൽ ഇൻട്രസ്റ്റിനെ അനുകൂലമായ ഒരു നിലപാടെടുക്കുന്നു എന്നുള്ളത്. കാരണം ഈ ഫോറങ്ങളൊക്കെ കഴിഞ്ഞ 25 വർഷമായി നിലനിൽക്കുന്നതാണ്, പുതിയതല്ല. പക്ഷേ ഇനി നമ്മൾ കാണാൻ പോകുന്നത് അമേരിക്ക നയം തിരുത്തിയില്ലെങ്കിൽ ഇന്ത്യയുടെ നിലപാടുകൾ കുറച്ചുകൂടെ ശക്തമായിരിക്കും. മാത്രമല്ല, ഇന്ത്യ എന്ന് പറയുന്നത് അതിന്റെ ഒറ്റപ്പെട്ടല്ല നിൽക്കുന്നത്. അമേരിക്കയുടെ കൂട്ടാളികളായ പല രാജ്യങ്ങളും ഇന്ത്യക്കും അതിന്റെ മോറൽ സപ്പോർട്ട് നൽകുന്നുണ്ട്. മാത്രമല്ല, അമേരിക്കയും ജപ്പാനും തമ്മിൽ അവരുടെ ചില ട്രേഡുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങളിൽ അവർക്ക് വളരെയധികം അഭിപ്രായ വ്യത്യാസമുണ്ട്. അതുപോലെ ഓസ്ട്രേലിയക്ക് ആ തരത്തിലുള്ള വിഷയങ്ങളുണ്ട്, കാനഡയ്ക്കുണ്ട്. അപ്പം അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ രാഷ്ട്ര താല്പര്യം, നാഷണൽ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യാനുള്ള മാത്രമാണ്. മാത്രമല്ല, നമ്മളിപ്പോൾ കാനഡയുമായിട്ട് നമ്മുടെ സൗഹൃദം പുനഃസ്ഥാപിക്കുന്ന സാഹചര്യം വന്നു കഴിഞ്ഞു. അങ്ങനെ വരുമ്പോൾ 2025 ഇന്ത്യയുടെ വർഷമാണ്. അപ്പൊ അമേരിക്കയുടെ പബ്ലിക് ഒപ്പീനിയനും ഇന്ത്യക്ക് അനുകൂലമാണ്. അമേരിക്കയിലെ ഡെമോക്രാറ്റ്സ് പാർട്ടിയും മുൻ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ ഇന്ത്യക്ക് അനുകൂലമായ നിലപാടെടുക്കുന്നു. പക്ഷേ ട്രംപിന്റെ തീരുമാനങ്ങൾ പ്രവചനാതീതമാണ്. അന്താരാഷ്ട്ര തലത്തിൽ ഒരു തിയറിയിൽ നിൽക്കുന്നതല്ല അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിൽ. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ വളരെ ശക്തമായ തീരുമാനങ്ങൾ ഉണ്ടാവും. അത് നമ്മൾ വാക്കിലൂടെയല്ല, പ്രവൃത്തിയിലൂടെയാണ് കാണിക്കുന്നത്. അതൊരു നമ്മൾ അമേരിക്കൻ വിരുദ്ധത എന്നുള്ള പറയുന്നതിനേക്കാൾ ഉപരി ഇന്ത്യയുടെ നാഷണൽ ഇൻട്രസ്റ്റിനെ, രാജ്യത്തിന്റെ താല്പര്യത്തിനെ മാനിക്കുന്നതായിരിക്കും നമ്മുടെ തീരുമാനം.